ഹലോ മക്കളെ, 7ാം ക്ലാസ് അറബി പരീക്ഷയിൽ നമുക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. നമുക്കൊരു റിപ്പോർട്ട്, ഒരു പാരഗ്രാഫ് തരും. ഇതിന് നമ്മളോട് പറയും ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് ബർനാമിജ് പ്രോഗ്രാം നോട്ടീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യണം, അത് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. റെഡിയാണല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരഗ്രാഫ് നമ്മൾ നന്നായിട്ട് വായിച്ചു നോക്കണം. അപ്പോൾ ഈ ബർനാമിജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം നടക്കുന്നു. ആ പ്രോഗ്രാമിൻ്റെ വെൽക്കം സ്പീച്ച് ആരാണ്, പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ആരാണ്, ഇനാഗുറേഷൻ ആരാണ്, ഇതൊക്കെ നമ്മൾ എഴുതിയിട്ട് ഇപ്പോൾ തർഹീബ് വെൽക്കം സ്പീച്ച് ആളുടെ പേര്, റിയാസത്ത് പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ആളുടെ പേര്, ഇങ്ങനെ താഴെ എഴുതുന്ന ഒരു ബോക്സൊക്കെ വരച്ച് എഴുതുന്ന ഇതിനാണ് എന്ത് പറയുക, ബർനാമിജ് എന്ന് പറയാം കേട്ടോ. ബർനാമിജ് പ്രോഗ്രാം നോട്ടീസ്. ഓക്കെ. അപ്പോൾ ഈ പ്രോഗ്രാം നോട്ടീസ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഇതിന് വലിയ മീനിങ് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ കണ്ടെത്താമെന്നാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ തർഹീബാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടി വരും. തർഹീബ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയുന്ന സ്വാഗതം, വെൽക്കം സ്പീച്ച് എന്നാണ്. അപ്പോൾ നമ്മൾ നോട്ടിൻ്റെ ഒരു വാക്ക് ഇതാണ് റഹബ എന്ന് പറഞ്ഞാൽ സ്വാഗതം പറഞ്ഞു. ഈ റഹബ എന്നുള്ള വാക്ക് ഈ പാരഗ്രാഫിൽ റിപ്പോർട്ടിൽ ഏത് സെൻറ്റൻസിലാണോ വരുന്നത് ആ സെൻറ്റൻസിൽ സ്വാഗതം പറഞ്ഞ ആളുണ്ട്. അവിടെ റഹബ വന്നു. അപ്പോൾ അവിടെ നാദിറുൽ മദ്രസ, HM സ്കൂൾ ഹെഡ് മാസ്റ്റർ, ഇങ്ങനത്തെ വാക്കുകൾ നമ്മൾ നോട്ട് ചെയ്യണം കേട്ടോ. ഈ ആളുകൾ തന്നെ ആയിരിക്കും എല്ലാ പരീക്ഷയിലും വരുന്ന പേരുകൾ തന്നെ ആയിരിക്കും. ഇപ്പോൾ നാദിറുൽ മദ്രസ ആരാണ്, സ്കൂൾ HM. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ നാദിറുൽ മദ്രസ എന്നുള്ളത് ഇവിടേക്ക് എടുത്ത് എഴുതണം, നാദിറുൽ മദ്രസ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വെൽക്കം സ്പീച്ച് പറഞ്ഞ ആൾ കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്, ആ റിയാസത്താണ്, എന്നുവെച്ചാൽ പ്രസിഡൻഷ്യൽ അഡ്രസ്, അധ്യക്ഷൻ ആരാണെന്നുള്ളതാണ്. അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട വേർഡ് ഇതാണ് റഅസ എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ തറഅസ എന്നുള്ള വാക്ക് എന്തുണ്ടാവും ഈ പാരഗ്രാഫിൽ ഉണ്ടാവും. നോക്കാം നമുക്ക്. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ തറഅസ ഈ സെൻറ്റൻസിൽ എന്ത് ചെയ്യുന്നുണ്ടാവും പറയുന്നത്, ഇവിടെ റഈസുൽ ഖറബിയ പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ആരാണ്, അധ്യക്ഷൻ ആരാണ്, റഈസുൽ ഖറബിയാണ്, പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അല്ലേ. അപ്പോൾ ആ പേര് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടെ എടുത്തെഴുതുന്നു. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമുക്ക് എന്താണ് അൽ ഇഫ്തിതാഹ്, ഇനാഗുറേഷൻ, ഉദ്ഘാടനം. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യുന്ന വാക്ക് ഇതാണ് ഇഫ്തതഹ, ഉദ്ഘാടനം ചെയ്തു എന്ന് വരുന്ന വാക്ക് ഇഫ്തതഹ എന്നുള്ള വാക്ക് ഇതിൽ ഏത് സെൻറ്റൻസിലാണ് വരുന്നത് നോക്കാം. ഇവിടെ വരുന്നുണ്ട്. ആ സെൻറ്റൻസിലുള്ള ആളെ പേര് മുദീറുൽ മുഖാത്ത, ജില്ലാ കളക്ടർ, ഡിസ്ട്രിക്ട് കളക്ടർ അല്ലേ. ആ ഡിസ്ട്രിക്ട് കളക്ടർ മുദീറുൽ മുഖാത്തയാണ് ഉദ്ഘാടനം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ആ പേര് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ എടുത്ത് എഴുതണം, മുദീറുൽ അൽ മുഖാത്ത അല്ലേ. യെസ്, അവിടെ എടുത്ത് എഴുതി. ഇനി നമുക്ക് എന്താ പറയുക, തഹാനി. ഈ തഹാനി എന്നുള്ള വാക്ക് ആശംസ എന്നാണ് അർത്ഥം അല്ലേ, ഫെലിസിറ്റേഷൻ. അത് ഇവിടെ ഈ സെൻറ്റൻസിലാണ് വരുന്നത്. ചിലപ്പോൾ എന്താ ഇതൊക്കെ ഓരോരുത്തരുണ്ടാവുള്ളൂ, തഹാനി മാത്രം 1, 2, 3 ആളുകളുണ്ടാവും. ഓക്കെ. ഇവിടെ എന്താണ് ഈ തഹാനി എന്നുള്ളത് ഈ സെൻറ്റൻസിൽ അവസാനം. അപ്പോൾ അതിന് തൊട്ടിപ്പുറത്ത് ഈ സെൻറ്റൻസിൽ ഉണ്ടാവും അവിടെ ഉലൂവുൽ ഖറവിയ, പഞ്ചായത്ത് മെമ്പർ. ഇവിടെ ഒരു പേരേ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു പേര് എഴുതിയാൽ മതി. 2 പേരുണ്ടെങ്കിൽ നമ്മൾ 2 പേര് എഴുതണം കേട്ടോ. ഉലൂവുൽ ഖറവിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർ അല്ലേ, ഉലുൽ ഖറവിയ പഞ്ചായത്ത്, അവിടെ എടുത്ത് എഴുതി. ഇനി ഒന്നും കൂടി ഉണ്ട് നമുക്ക്, ചിലപ്പോൾ അത് ചോദിച്ചേക്കാം, അതുകൊണ്ട് അതും കൂടി എഴുതാം. എന്താണ്, ശുക്റാണ് അല്ലേ. ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നന്ദി അല്ലേ. നന്ദി ആരാണെന്ന് നോക്കാൻ എന്ത് ചെയ്യുക, ശുക്ർ എന്നുള്ള വാക്ക് ഉണ്ടാവും ഇവിടെ ഉണ്ട്. അതിൽ വരുന്ന ആളുടെ പേര് അരീഫുൽ മദ്രസ, സ്കൂൾ ലീഡർ അല്ലേ. അത് നമ്മളിവിടെ എന്ത് ചെയ്യണം, ഇവിടുത്തെ അരീഫുൽ മദ്രസ ആരാണ്, സ്കൂൾ ലീഡർ. ഓക്കെ. നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഈ പേരുകൾ റാദിറുൽ മദ്രസ, HM, റഈസുൽ ഖറവിയ പഞ്ചായത്ത് പ്രസിഡന്റ്, മുദീറുൽ മുഖാത്ത ജില്ലാ കളക്ടർ, ഉലൂവുൽ ഖറവിയ പഞ്ചായത്ത് മെമ്പർ, അരീഫുൽ മദ്രസ, ഈ പേരുകളൊക്കെ നമ്മൾ ഇതിന് മീനിങ് പഠിച്ചു വെക്കുക. ഇതേ പേരുകൾ തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വേഗം കണ്ടാൽ എന്ത് ചെയ്യും, അത് മനസ്സിലാവും, നേരെ എടുത്ത് എഴുതാൻ സുഖം. മറ്റു വാക്കുകൾക്കിടയിൽ നിന്ന് ഈ വാക്കുകൾ നമുക്ക് വേഗം മനസ്സിലാവും. ഇങ്ങനെ ബോക്സൊക്കെ വരച്ച് വൃത്തിയിൽ ഈ ഡാറ്റകൾ ഫില്ല് ചെയ്യുക, ബർനാമിജ് ഫില്ല് ചെയ്യുക. ആ 5 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കും, ആ മാർക്ക് ഉറപ്പ് വരുത്താം. ഓൾ ദ ബെസ്റ്റ്.